പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയുടെ ടൈമിൽ അമലിന്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയെ കുറിച്ചൊന്നും മത്സര പരീക്ഷകളെല്ലാം പഠിക്കുമ്പോഴും ഡെയിലി എന്തെങ്കിലുമൊക്കെ വായിക്കും. ചിലപ്പോൾ ഒരു പേപ്പർ കിട്ടിയാലും അത് സിലബസ് എന്താണ്, അല്ലെങ്കിൽ ഇത് എന്താണ് ഈ പരീക്ഷ, എങ്ങനെയൊക്കെയാണ് ഈ പരീക്ഷ. ഒരു റാങ്ക് ലിസ്റ്റിൽ ഇടം നേടുന്ന 2 പാർട്ടെന്ന് പറയുന്നത് കേസിന്റെ ഇന്റർവ്യൂ ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ ഒരു സ്വന്തം എക്സ്പീരിയൻസ് ഒന്നും എനിക്ക് തോന്നുന്നത് 8 പേരുള്ള അടങ്ങുന്ന ഒരു പേഴ്സണാലിറ്റി ചെക്ക് പോലെയായിരുന്നു. മീൻസ് നമ്മുടെ അവിടെ ശരിയോ തെറ്റോ ഒന്നുമില്ല, എന്താണ് നമ്മൾ പറയേണ്ടതെന്നുള്ളത് നമുക്കൊരു കോൺഫിഡൻസ് ലെവലിൽ. വെൽക്കം ടു iTutor IAS അക്കാഡമി. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് KS ആദ്യ ബാച്ചിൽ ഇടം നേടിയ അമൽ മഹേശ്വറാണ്. ഇപ്പോൾ അദ്ദേഹം കോട്ടയം ഡെപ്യൂട്ടി കളക്ടറായി സേവനം അനുഷ്ഠിക്കുന്നു. ഹായ്, വെൽക്കം. താങ്ക് യു. ഇപ്പോൾ സർവീസിൽ കയറിയിട്ട് 4 വർഷത്തോളമായല്ലോ. അപ്പോൾ എന്താണ് ആ ഒരു എക്സ്പീരിയൻസ് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്? ആക്ച്വലി വളരെ നല്ലൊരു ഒരു സർവീസ് തന്നെയാണിത്. നമുക്ക് കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു ടോപ്പ് മോസ്റ്റ് പോസ്റ്റിലൊക്കെ വരുന്ന ഒരു പോസ്റ്റ് തന്നെയാണ്. സോ ഇതിൽ വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഒരുപാട് എന്ന് വെച്ചാൽ പേഴ്സണൽ ആസ് വെൽ ആസ് നമ്മുടെ കരിയർ ലെവലിലും ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിന് മുന്നേ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അതിൽ നിന്നാണ് ഞാൻ ഇതിലോട്ട് വരുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ഒരു സാധ്യതകൾ അല്ലെങ്കിൽ നമ്മുടെ ഐഡിയ അനുസരിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ആശയങ്ങളനുസരിച്ചോ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിന് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള സർവീസാണ്. സോ തീർച്ചയായിട്ടും ഇതെനിക്കൊരു എൻ്റെ ഒരു ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ ഇത് കരുതുന്നത്. ഓക്കെ, ഫോറസ്റ്റ് സർവീസിലുണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അത് ഏത് വർഷമായിരുന്നു? ഞാൻ 2017 ആദ്യമായിട്ട് ഗവൺമെൻറ് സർവീസിൽ വരുന്നത്. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. അവിടെ നിന്നാണ് പിന്നെ ഞാൻ ബേസിക്കലി ഞാൻ പ്രിപ്പറേഷൻ പല സർവീസിനും പ്രിപ്പറേഷൻ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ അങ്ങനെ തന്നെ എനിക്ക് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ കിട്ടി. അതിൽ ജോയിൻ ചെയ്തു. അതിനുശേഷം പിന്നെ KSൻ്റെ എക്സാം വന്നു. അപ്പോൾ അന്നേരം ഞാൻ അതിൽ കൂടുതലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് വീണ്ടും അപ്ലൈ ചെയ്ത് പഠിച്ചു. ഈ ഒരു സർവീസിലിരിക്കെയുള്ള ഒരു പ്രിപ്പറേഷൻ, KSൻ്റെ പ്രിപ്പറേഷൻ, അത് എത്രത്തോളം നമുക്ക് ഡിഫിക്കൽട്ടാണോ അതോ ഈസി ആയിട്ടാണോ ഫീൽ ചെയ്തത്? ആക്ച്വലി ഇതെല്ലാം നമ്മുടെ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഇതൊരു ഡെഡിക്കേഷൻ്റെ ഭാഗമാണ്. നമുക്കിപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതല്ല, നമ്മൾ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ലെവലിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു തലങ്ങളിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ്. എങ്കിൽ മാത്രമല്ലേ നമുക്കൊരു ഒരു സന്തോഷമൊക്കെ ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി പറയുകയാണെങ്കിൽ ബേസിക്കലി കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലോട്ട് പരീക്ഷ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരീക്ഷ ആദ്യമായിട്ടായിരുന്നു. നമ്മൾ PSC പബ്ലിക് സർവീസ് കമ്മീഷൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ. അപ്പോൾ നമുക്ക് തന്നെ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു, ഇത് എന്താ ചോദിക്കുന്നതെന്നോ അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഇതിൻ്റെ പാറ്റേൺ എന്നോ. അപ്പോൾ നമുക്ക് പല അഡ്വൈസ് കിട്ടിയതൊക്കെ വെച്ച് പറയുന്നത് UPSC മോഡലിൽ തന്നെയായിരിക്കും. അപ്പോൾ ആ തരത്തിലുള്ള ഒരു പഠനം വേണം. ഒരു എന്താ പറയുക, ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിലോട്ട് മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ ഒരു സിംഗിൾ വേർഡ് ക്വസ്റ്റ്യൻസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഒരു പരന്ന വായനയും അല്ലെങ്കിൽ ഒരു മൊത്തത്തിലുള്ള ഒരു നമ്മുടെ സമൂഹത്തിനെ കുറിച്ചും അല്ലെങ്കിൽ മൊത്തം ഒരു സബ്ജക്റ്റിനെ കുറിച്ചൊക്കെ ഒരു പരന്ന ഒരു നോളജ് ഉണ്ടാവുക എന്നുള്ളതായിരുന്നു മനസ്സിലായിരുന്നത്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഞാൻ അതിലോട്ട് മാറി. അപ്പോൾ അതിൽ കൂടുതലും ശ്രദ്ധിച്ചത് പിന്നെ നമ്മുടെ സമൂഹത്ത് ചുറ്റും ഇപ്പോൾ അല്ലെങ്കിൽ പ്രസന്റ് കറൻ്റ്ലി എന്താണ് സംഭവിക്കുന്നത് അത് മാച്ച് ചെയ്ത് പഠിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ടാർഗറ്റ്. കറണ്ട് അഫയേഴ്സ് ബേസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. കാരണം അത് പറയാനുള്ള കാരണം നമ്മളിപ്പം ഒരു പരീക്ഷ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു പക്ഷേ ഈ നമ്മുടെ നോളജ് ടെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ ഒരു പർട്ടിക്കുലർ സാധനം മാത്രം അറിഞ്ഞുകൊണ്ട് ഒരു സിസ്റ്റത്തോട്ട് വരുന്ന ഒരു കോൺസെപ്റ്റ് അല്ല ഇത്. ബേസിക്കലി അറിയാം, അഡ്മിനിസ്ട്രേറ്റീവ് സർവീസാണ്. സോ നമുക്ക് ഡിസിഷൻ മേക്കിംഗ് ഒരു വലിയൊരു ഫാക്ടറാണിത്. അപ്പം അത് എങ്ങനെ നമ്മളൊരു ഡിസിഷനിലോട്ട് എത്തുന്നു, ആ തരത്തിലുള്ള ഒരു ചിന്താഗതിയോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു വിശകലനം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് എനിക്ക് ബേസിക്കലി മനസ്സിലായിട്ടുള്ളത്. ഈ ജോലി ഇപ്പോൾ അങ്ങനെ തന്നെയാണ്. നമ്മളൊരു ഡിസിഷൻ ക്വിക്കായിട്ട് നമുക്കൊരു ഡിസിഷൻ എടുക്കണം പെട്ടെന്ന്. ചിലപ്പോൾ ഒരു മോബിൻ്റെ ഫ്രണ്ടിലായിരിക്കും നമ്മൾ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു വലിയൊരു ഇഷ്യൂവിൻ്റെ ഫ്രണ്ടിലായിരിക്കും നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡിസിഷൻ എങ്ങനെയാവട്ടെ, നമ്മൾ ഡിസിഷൻ ആയിരിക്കും വലിയൊരു മാറ്റം വരും പക്ഷെ അവിടെ ഉണ്ടാക്കാൻ പോകുന്നു. സോ അത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും 100% എത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ 90% പെർഫെക്റ്റ് ആയിട്ട് ഡിസിഷൻ നമുക്ക് എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു മെയിൻ ടാർഗറ്റ്. ഈ ഫോറസ്റ്റ് സർവീസിൽ ഉണ്ടായിരുന്ന സമയമുള്ള എക്സ്പീരിയൻസ് ഇപ്പോൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ സർവീസിൽ? തീർച്ചയായിട്ടും. കാര്യം ഫോറസ്റ്റിൽ ഞാൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്നൊരു തസ്തികയിലായിരുന്നു. അപ്പം അവിടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. കാരണം ഞാൻ ബേസിക്കലി അവിടുത്തെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രെയിനിങ് ഒക്കെ നമ്മുടെ പേഴ്സണലി ഒരുപാട് മാറ്റങ്ങളുണ്ടായി, ജീവിതത്തിൽ അച്ചടക്കം ഉണ്ടായി. അപ്പം അതിൽ എങ്ങനെയാണ് നമ്മൾ ഒരു
ഒരു മുന്നിൽ വരുന്ന ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ഇന്നൊരു പ്രശ്നം എങ്ങനെയാണ് നേരിടേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ ദിനചര്യ എങ്ങനെ ആയിരിക്കും എന്നുള്ള ഒരു ബേസിക് എനിക്കൊരു ഐഡിയ കിട്ടിയത് തീർച്ചയായിട്ടും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ്. അവിടുത്തെ ഒരു ട്രെയിനിങ് വളരെ മെച്ചപ്പെട്ട ട്രെയിനിങ് ആയിരുന്നു ലഭിച്ചിരുന്നത്. അപ്പം അതിൽ ഫോറസ്റ്റിന് ട്രെയിനിങ് ഉണ്ടായിരുന്നു, പോലീസ് ട്രെയിനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ ഡിസിപ്ലിൻ, ജീവിതത്തിലോടുള്ള ഡിസിപ്ലിൻ കിട്ടിയത് അതിലുണ്ട്. അപ്പോൾ ആ ഡിസിപ്ലിൻ ബേസ് ചെയ്തിട്ടാണ് പിന്നീടുള്ള എൻ്റെ ഇതിലോട്ടുള്ള പഠനം. അത് ഒരുപാട് ഗുണം ചെയ്തു. കാര്യം നമ്മുടെ ഇപ്പം സാധാരണഗതിയിൽ പറയുവാണെങ്കിൽ നമ്മൾ ഒരു ദിവസം ഒരു മനുഷ്യന് ഒരു പക്ഷേ ഒരു 10 മണിക്കൂർ മാക്സിമം പഠിക്കാൻ പറ്റുമായിരിക്കും, അല്ലെങ്കിൽ ഒരു 15 മണിക്കൂർ പറ്റുമായിരിക്കും. പക്ഷേ നമ്മൾ അത്രയും സമയം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പം നമുക്ക് ആ ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് നമുക്ക് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ 1 മണിക്കൂറോ 2 മണിക്കൂറോ പഠിച്ചാൽ പക്ഷെ അത് അത്രയും നമുക്ക് യൂസ്ഫുൾ ആവും. അപ്പം അത് നമ്മുടെ ആയിട്ടുള്ള ഒരു ഡിസിപ്ലിൻ കൊണ്ട് നമുക്ക്. ഇപ്പം നമ്മുടെ ഈ വർഷത്തെ KS നോട്ടിഫിക്കേഷൻ ഓൾറെഡി ഔട്ട് ആയിട്ടുണ്ട്, മാർച്ചിൽ വന്നിട്ടുണ്ട്. അപ്പം എക്സാം ഏകദേശം ജൂണോട് കൂടിയാണ് പ്രിലിമിനറി, ആൻഡ് മെയിൻസ് ഏകദേശം ഒക്ടോബർ ആ ഒരു ടൈമിലാണ് ഈ വർഷത്തെ ഇപ്പം നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടിയിരിക്കുന്നത്. അപ്പം ഈ ഒരു ടൈമിൽ കുട്ടികളോട് ഷെയർ ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ എങ്ങനെ അവർ തുടങ്ങണം, പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. എന്നുവെച്ചാൽ ഇത് KSന്റെ സെക്കൻഡ് എക്സാം ആണ്. അപ്പം അതുപോലെ തന്നെ ഗവൺമെൻറ് സർവീസിൽ ഇരിക്കുന്ന ആളുകളും ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പം അവരോട് എന്താണ് പറയാനുള്ളത്, എങ്ങനെ തുടങ്ങണം അല്ലെങ്കിൽ എവിടുന്ന് തുടങ്ങണം? ആക്ച്വലി ഇത് ബേസ്ഡ് ഓൺ ദി പേഴ്സൺ എന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. കാര്യം ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. ഇന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റില്ല, മൂക്കി പിടിക്കാൻ ഇങ്ങനെ പിടിക്കാം അല്ലെങ്കിൽ വളഞ്ഞു പിടിക്കാം. അപ്പം അത് അവരുടെ ഇഷ്ടമാണ് അല്ലെങ്കിൽ രീതിയാണ്. നമ്മുടെ ടാർഗറ്റാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനം, ലക്ഷ്യം. നമുക്ക് എന്താണ് ആ പരീക്ഷ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി ആ ടാർഗറ്റിന് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യാന്നുള്ളതാണ്. അപ്പം അതിൽ ഞാൻ ചൂസ് ചെയ്ത ഒരു ഫോർമാറ്റ് എന്ന് പറയുകയാണെങ്കിൽ അത് ബേസിക്കലി നമ്മൾ KSന്റെ ഒരു സിലബസ് പാറ്റേൺ ഒരു വ്യത്യസ്തമായിട്ടൊരു സിലബസ് പാറ്റേൺ ആയിരുന്നു. കാരണം നമ്മൾ UPSCയിൽ നിന്ന് മാറ്റം പറയുകയാണ്. കേരള ഇന്ത്യൻ എന്നുള്ള കോൺസെപ്റ്റ് മാറി കേരളത്തിൽ എന്ത് സംഭവിച്ചു കൂടുതൽ നമ്മൾ അറിഞ്ഞിരിക്കുന്നുണ്ട്. ഒരു എക്കണോമിക്സ് ആയാലും അല്ലെങ്കിൽ ഒരു ഹിസ്റ്ററി ആയാലും അല്ലെങ്കിൽ മറ്റ് സയൻസ് ആൻഡ് ടെക്നോളജി അല്ലെങ്കിൽ കേരളത്തിൽ എന്ത് നടക്കുന്നു, നമ്മൾ കേരള മോഡൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. സോ അതൊക്കെ എന്താണെന്ന് കൂടുതലും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത് എസ്പെഷ്യലി ഫോർ കേരള ഈ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്നുള്ള കേരളത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം നമ്മൾ കൂടുതലും കേരളത്തിൽ എന്ത് നടന്നിരുന്നു അല്ലെങ്കിൽ എന്ത് നടക്കുന്നു അല്ലെങ്കിൽ എന്ത് നടക്കാം ആ തരത്തിലുള്ള ഒരു പരന്ന അല്ലെങ്കിൽ കേരളത്തിനോട് അതെ ചേർന്ന് പഠിക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പം അങ്ങനെ ഒരു മോഡലാണ് ഞാനത് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയത്. പിന്നെ ബേസിക്കലി ഞാൻ ഇതിന് മുന്നേ പരീക്ഷയിൽ പ്രിപ്പയർ, അപ്പോൾ എനിക്ക് തോന്നിയ ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിയ ഒരു മിസ്റ്റേക്ക്, കൂടുതൽ ഞാൻ ഒരുപാട് വായിക്കുമായിരുന്നു. എല്ലാം കിട്ടുന്ന പുസ്തകങ്ങൾ വായിക്കും, കിട്ടുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ വായിച്ച് കൂട്ടുന്നതല്ലാതെ ആ വേണ്ട പോയിന്റ് എന്താണ്, ഒരു പർട്ടിക്കുലർ ഇപ്പം എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കാമെന്ന് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നു. ആ തരത്തിൽ ജഡ്ജ് ചെയ്ത് പഠിക്കേണ്ടതായിരുന്നു എന്നാണ് പിന്നെ എനിക്ക് മനസ്സിലായത്. അപ്പം ഞാൻ ഈ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പഠിച്ചു തുടങ്ങും ആ തരത്തിലൊരു പാറ്റേൺ ഫോളോ ചെയ്തു. കാരണം അന്നേരം തന്നെ ഒരു കറണ്ട് അഫയേഴ്സ് പിന്നെ പ്രോപ്പറായിട്ട് വായിക്കാൻ തുടങ്ങി. അതിനെ ബേസ് ചെയ്തിട്ട് ഞാൻ മോക്ക് ടെസ്റ്റുകൾ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഓരോ ദിവസവും മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേനും എനിക്കത് ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തണം എന്നുള്ളത്. ഇപ്പോൾ ഫസ്റ്റ് എക്സാം ഒക്കെ നോക്കുമ്പോൾ എനിക്കൊരു 10% മാർക്കൊക്കെ എനിക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞു. പക്ഷേ അത് പിന്നീട് അത് ഒരു കട്ട് ഓഫ് ലെവലിലോട്ട് എനിക്ക് അത് സ്കോർ ചെയ്തിട്ടുണ്ട്. ഒരു 50, 60 മോക്ക് ടെസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ മോക്ക് ടെസ്റ്റും പ്ലസ് നമ്മുടെ ആ ഒരു ഫോക്കസ് ആയിട്ടുള്ള ഏരിയകളിൽ മാത്രം പഠിച്ച് അങ്ങനെയാണ് ഞാനത് ബ്രഷപ്പ് ചെയ്തുകൊണ്ട്. അപ്പം നമ്മുടെ ഈ പ്രിലിമിനറി എക്സാമും മെയിൻസ് എക്സാമും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടല്ലോ. ഓക്കെ, അപ്പം ഈ ഒരു പ്രിലിമിനറി എക്സാമിൻ്റെ സ്ട്രാറ്റജി എങ്ങനെയായിരുന്നു ഫസ്റ്റ് KSൽ? ആക്ച്വലി പ്രിലിമിനറി എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനു മുന്നേ ഉള്ള പല PSC പരീക്ഷകളിലും ഞാൻ അറ്റൻഡ് ചെയ്ത പരീക്ഷകളിലും നമുക്കൊരു 1 വേർഡ് ചോദ്യങ്ങളായിരുന്നു. ഒബ്ജക്റ്റീവ് ഒറ്റ ക്വസ്റ്റ്യൻ, ഒരു 4 ഓപ്ഷൻ, ആ ഒരു കോൺസെപ്റ്റ് മാത്രം. പക്ഷേ ഇതിലോട്ടൊക്കെ വരുമ്പോൾ കൂടുതലും നമുക്ക് ഒരു ചോദ്യം മാത്രം അറിഞ്ഞു അല്ലെങ്കിൽ ഒരു ഉത്തരം മാത്രം അറിഞ്ഞിരുന്നാൽ പോരാ. ഒരു ക്വസ്റ്റ്യനിൽ തന്നെ ഒരു 4 ഒരു 5 അല്ലെങ്കിൽ ഒരു 10 കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ഒരു ക്വസ്റ്റ്യനിലോട്ട് വരുന്നു. അപ്പം അതാണ് ഞാൻ നേരത്തെ പറയാൻ കാരണം. നമ്മളൊരു സിംഗിൾ ഒരു കോൺസെൻട്രേറ്റ് ആയിട്ട് പഠിക്കുമ്പോഴത്തേനും അതൊരു പരന്ന വായനയെക്കൂടിൽ മനസ്സിലാക്കിയിരിക്കുന്നു പല കാര്യങ്ങളും. ഇപ്പം ഒരു പ്രിസൈസ് ആയിട്ട് ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ പോരാ, കൂടുതലും നമ്മളത് മനസ്സിലാക്കി അല്ലെങ്കിൽ അത് എങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് സംഭവിച്ചു, ആ തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻസാണ് പലപ്പോഴും പ്രിലിംസിൽ ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ തരത്തിലുള്ളൊരു സ്ട്രാറ്റജി ഇപ്പോൾ എനിക്ക് തോന്നുന്നു PSCയിൽ പല സീരീസ് ഓഫ് എക്സാംസിലും ഇപ്പം ആ തരത്തിലാണ് സ്ട്രാറ്റജി മാറിയിട്ടുണ്ട്. അത് ആ തരത്തിൽ പ്രിപ്പയർ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു പാറ്റേൺ ഓറിയന്റഡ് ഒരു വെറൈറ്റി ആയിട്ടാണ് ഈ KS വന്നത്. അപ്പോൾ അതിൻ്റെ ചോദ്യങ്ങൾ പലപ്പോഴും എന്താ പറയുക, നമ്മളൊരു ഡയറക്റ്റ് വാട്ട് ഈസ് ദിസ് എന്ന് ചോദിക്കാതെ എന്തുകൊണ്ടായിരിക്കാം നമ്മുടെ ഒരു നേരത്തെ പറഞ്ഞു ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ അതിൽ വേണം,
അത്തരത്തിലുള്ള അനാലിസിസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂടുതൽ ചോദിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ. പിന്നെ ഇതിൽ ഞങ്ങളുടെ എക്സാം സമയത്ത് ഇതിൽ ചോദിച്ചിരുന്ന ചോദ്യങ്ങൾ 2 മാർക്ക് ചോദ്യം ഉണ്ടായിരുന്നു, 3 മാർക്ക് ഉണ്ടായിരുന്നു, 5 മാർക്ക് ഉണ്ടായിരുന്നു, അങ്ങനെ പിന്നെ ഒരു എസ്സേ ടൈപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ കൃത്യമായിട്ട് ലൈൻ കൊടുത്തിട്ടുണ്ട്. ഓരോ ക്വസ്റ്റ്യൻസിന് ഒരു 2 ലൈൻ, 2 മാർക്കിന് അതിന് മാച്ച് ആവുന്ന ലൈൻ, 3 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസിന് അതിന് മാച്ച് ആവുന്ന ലൈൻ, അതിന് ശേഷം ഈ പറഞ്ഞ എസ്സേ ടൈപ്പിന് അതിന് മാച്ച് ആവുന്ന മാക്സിമം ഒരു 10 ഒരു 20 ലൈൻ മാക്സിമം. അപ്പം അതിനകത്ത് നമ്മുടെ വിശകലനം അതിനകത്ത് തീർക്കാന്നുള്ളതാണ്. അപ്പം അതിനപ്പുറം ഒരു ഉത്തരം PSC ആഗ്രഹിക്കില്ല, അല്ലെങ്കിൽ നമ്മുടെ സമൂഹം ആഗ്രഹിക്കില്ല എന്നുള്ളതാണ് ഒരു പ്രിസൈസ് ഡിസിഷൻ. ഓക്കെ, നമ്മുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയുടെ ടൈമിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പ്രിപ്പറേഷനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പം അമലിൻ്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയെ കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? തീർച്ചയായിട്ടും. ആക്ച്വലി പിന്നെ ഞാൻ പറഞ്ഞു, നമ്മൾ സ്ഥിരം വായിക്കുന്ന ഒരു രീതി, ഇന്ന എത്ര സമയം എന്നുള്ള എനിക്കൊരു കണക്കൊന്നുമില്ല. അപ്പം ഞങ്ങൾ മത്സര പരീക്ഷകളെല്ലാം പഠിക്കുമ്പോഴും ഡെയിലി എന്തെങ്കിലുമൊക്കെ വായിക്കും. ചിലപ്പോൾ ഒരു പേപ്പർ കിട്ടിയാലും അത് ജസ്റ്റ് ഒന്ന് വായിക്കുക. അപ്പം അങ്ങനെ വായിക്കുന്ന ശീലം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ, അതായത് പ്രിപ്പറേഷനിൽ ഇരിക്കുമ്പോൾ തന്നെയാണ് ഈ KS നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പം നോട്ടിഫിക്കേഷൻ വന്ന് അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ഞാൻ ആദ്യം മനസ്സിലാക്കാൻ ശ്രമിച്ചത് സിലബസ് എന്താണ്, അല്ലെങ്കിൽ ഇത് എന്താണ് ഈ പരീക്ഷ, എങ്ങനെയൊക്കെയാണ് ഈ പരീക്ഷ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇതിൽ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട് ഇത് പ്രിലിംസ് ഉണ്ടായിരുന്നു, പിന്നെ അല്ലെങ്കിൽ അത് മെയിൻസ് ഉണ്ടാവും, പിന്നെ ഇൻ്റർവ്യൂ, അങ്ങനെ ഈ 3 തട്ടിലായിട്ടാണ് എൻ്റെ പാറ്റേൺ. പിന്നെ അതിനുശേഷം അതിൻ്റെ സിലബസ് ഡൗൺലോഡ് ചെയ്തു. അത് എനിക്ക് ഞാനൊരു 4-5 വട്ടം അത് വായിച്ചു. അപ്പം ഞാൻ ഇതിന് മുന്നേ UPSC പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിമിലർ ആയിട്ടുള്ളൊരു സിലബസ് ആയിട്ട് തോന്നി. ഇൻ അഡീഷൻ നമുക്കതിലോട്ട് വന്നത് കേരളത്തെക്കുറിച്ചുള്ള, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, കേരളത്തെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ അതിൽ വരും. ഇപ്പോൾ ഇന്ത്യൻ ജോഗ്രഫി, അതുപോലെ തന്നെ കേരള ജോഗ്രഫി, ഇന്ത്യൻ എക്കോണമിക്സ്, അതുപോലെ തന്നെ കേരള എക്കോണമിക്സ്, അതുപോലെ ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, അതുപോലെ തന്നെ കേരള ഹിസ്റ്ററി. അപ്പം ആ തരത്തിലുള്ള ഒരു കേരള ഓറിയൻറ്റഡ് അല്ലെങ്കിൽ കേരള കോൺസെൻട്രേറ്റ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ സിലബസ് തന്നെ ഉണ്ടായിരുന്നു. അത് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലോട്ട് ഇപ്പം അത് മാറിയോന്ന് അറിയില്ല, അതിലുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ പിന്നെ ഇതിപ്പം എനിക്കങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഇന്ന സമയം അല്ലെങ്കിൽ ഇത്ര മണിക്കൂർ പഠിക്കുന്ന രീതിയില്ലായിരുന്നു. എനിക്ക് പറ്റുമ്പോഴൊക്കെ ഞാൻ പഠിക്കും. പിന്നെ ബോറടിക്കുമ്പോൾ ഒന്ന് കറങ്ങാൻ പോകും. പിന്നെ ഞങ്ങളൊക്കെ ഈ എക്സാം വരുന്ന സമയത്ത് അന്ന് കൊറോണ ആയിരുന്നു, കൊറോണ സമയം. അപ്പം നമുക്ക് ഈ പുറത്ത് പോകുന്ന ഒരു പ്രവണത അന്ന് ഭയങ്കര കുറവ്. അതെ. അപ്പം അതെനിക്കൊരു പോസിറ്റീവായിട്ട് തോന്നി. അപ്പം നമ്മൾ കൂടുതലും പുറത്തിറങ്ങാൻ പറ്റില്ല. നമ്മൾ ബേസിക്കലി കൂടുതൽ പഠനത്തോടും അല്ലെങ്കിൽ വായിച്ചൊക്കെ തന്നെയായിരിക്കും വീട്ടിൽ ഇരിക്കുന്നത്. ആ ടൈമിൽ കോച്ചിങ് എന്തെങ്കിലും എടുത്തിരുന്നോ? എല്ലാം അന്നേരം ഓൺലൈൻ ആയിരുന്നു. അന്നേരം ഓഫ്ലൈൻ മോഡ് ഒന്നുമില്ലായിരുന്നു. കോച്ചിങ് ബേസിക്കലി ഞാൻ കൂടുതലും പോയത് ഒരു സബ്ജക്ട് ഓറിയന്റഡ് മാത്രമാണ് ഞാൻ നോക്കിയത്. പ്രിലിംസിലും ബേസിക്കലി ഇത് തന്നെയാണ്. മോക്ക് ടെസ്റ്റ് കൂടുതൽ ഞാൻ ചെയ്തു. അപ്പം മോക്ക് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മോഡലും അന്നും ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. ഇത് എങ്ങനെ ചോദിക്കുമെന്നോ, അത് ആർക്കും, അതെ ഒരു പിന്നെ ഈ പറഞ്ഞ ട്യൂട്ടർമാർക്കോ അല്ലെങ്കിൽ ഒരു കോച്ചിങ് സെന്റേഴ്സിനോ അത് അത്ര ഒരു ഐഡിയ ഇല്ല. പക്ഷെ എന്നിരുന്നാലും ഞാൻ 2-3 സെന്ററിൽ ക്വസ്റ്റ്യൻസ് അപ്ലൈ ചെയ്തു, അത് വായിച്ചു. അപ്പോൾ ഞാനന്ന് 2 ചൂസ് ചെയ്തു. അപ്പം അതിൽ സിമിലർ രണ്ട് രീതിയിൽ ആയിട്ട് തോന്നിയില്ല, അതുകൊണ്ട് സിമിലർ തന്നെയായിരുന്നു. അവരുടെ ക്വസ്റ്റ്യൻസ് എല്ലാം സിമിലർ തന്നെയായിരുന്നു. അപ്പോൾ ആ തരത്തിൽ ഞാൻ ഡെയിലി മോക്ക് ചെയ്തു. അങ്ങനെ ഇമ്പ്രൂവ് ചെയ്തു. അത് മാക്സിമം നമ്മൾ ആ ഒരു കട്ട് ഓഫ് ലെവലിലെ മാർക്കിൽ എത്തുന്ന ഒരു കോൺഫിഡൻസിലോട്ട് എത്തുന്നവരെ അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു. ഈ കോച്ചിങ് കൂടാതെ എന്തൊക്കെയാണ് മെറ്റീരിയൽസ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്? സ്റ്റഡി മെറ്റീരിയൽസ് ബേസിക്കലി നമ്മൾ UPSCക്ക് പ്രിപ്പയർ ചെയ്യുന്നത് പോലെ ഞാൻ എല്ലാ ബുക്കും നോക്കിയിരുന്നു. ഒരുപാട് വായിച്ചു എന്ന് പറയാൻ പറ്റില്ല, എന്നാലും പിന്നെ നമ്മുടെ ലക്ഷ്മികാന്ത് വായിച്ചു. പിന്നെ ജോഗ്രഫി കോച്ചിങ് ലേൺ വായിച്ചു. പിന്നെ നമ്മുടെ എക്കണോമിക്സിന് രമേഷ് സിംഗിൻ്റെ വായിച്ചിരുന്നു. പിന്നെ ഹിസ്റ്ററി സ്പെക്ട്രം വായിച്ചിരുന്നു. പിന്നെ ഉള്ളത് നമ്മുടെ ബേസിക് കറണ്ട് അഫയേഴ്സ് ഉണ്ട്. അതാണ് ഏറ്റവും ഇതൊക്കെ വായിക്കുമെങ്കിലും ഏറ്റവും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട പോയിന്റ് അതാണെന്ന് എനിക്ക് തോന്നി. കാര്യം ഇപ്പം കറണ്ട് അഫയേഴ്സിൽ എന്ത് സംഭവിച്ചു, അതിൻ്റെ ഒരു പക്ഷേ പാസ്റ്റ് എന്താണ്, അല്ലെങ്കിൽ ഒരു ഹിസ്റ്ററിയിലെ എന്തെങ്കിലും പുതിയൊരു സംവിധാനം കണ്ടുപിടിച്ചെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് അതെ ന്യൂസ് പേപ്പർ ബേസിക്കലി കറണ്ട് അഫയേഴ്സിൽ ബേസിക്കലി ന്യൂസ് പേപ്പർ അത് പിന്നെ കൂടുതലും നോക്കിയത് ഞാൻ ഹിന്ദു ആണ്. എന്നാലും മലയാളം ന്യൂസ് പേപ്പർ, പക്ഷെ മലയാളം ന്യൂസ് പേപ്പറിലും നമുക്ക് അത്രത്തോളം കിട്ടുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നമ്മുടെ ന്യൂസ് പേപ്പറിലെല്ലാം കൂടുതലും അത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നാലും കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്, എഡിറ്റോറിയൽ സെക്ഷനൊക്കെ ചിലതൊന്നും കിട്ടിയിട്ടുണ്ട്.
പിന്നെ ഉള്ളത് ഇത് തന്നെയാണ് കൂടുതലും ഹിന്ദുവിനെയാണ് ഞാൻ ഡിപ്പെൻഡ് ചെയ്തത്, ഡിപ്പെൻഡ് ചെയ്തത്. അതിനുശേഷം ഈ പറഞ്ഞ പോലെ നമ്മുടെ എക്കണോമിക് റിവ്യൂ, അത് ഇപ്പം ഇന്ത്യൻ എക്കോണമി, കേരള ബഡ്ജറ്റ് ഇൻക്ലൂഡിങ് ബഡ്ജറ്റ്, അതും കുറച്ച് നന്നായിട്ട് തന്നെ നോക്കിയിരുന്നു. പിന്നെയുള്ളത് നമ്മുടെ ഈ വെബ്സൈറ്റ്സ് ഉണ്ട്, നമ്മുടെ കേരള ഗവൺമെന്റിന്റെ പല ഡിപ്പാർട്ട്മെന്റിന്റെ വെബ്സൈറ്റ്സ്, ഒഫീഷ്യൽ വെബ്സൈറ്റ് PIB. അപ്പം അതിലൊക്കെ ചോദ്യങ്ങൾ അതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ചോദിക്കുന്ന അറിയില്ല, അന്ന് അങ്ങനെയൊക്കെ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ അതിന് വന്നു. നമ്മുടെ കൾച്ചറൽ അഫയേഴ്സിന്റെ പല ക്വസ്റ്റ്യൻസും ചോദിച്ചു. 4 ഘട്ടം, അതെ 4 ഘട്ടം 8 ഘട്ടം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പല പണ്ടത്തെ ഊരുകളുണ്ടല്ലോ ഒരുപാട്. ഇപ്പം നമ്മുടെ ട്രിവാൻഡ്രത്ത് കിഴക്കേക്കോട്ട എടുക്കുകയാണെങ്കിൽ പണ്ടത്തെ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ 2 ആ ഒരു കൾച്ചർ അവിടെ ഉണ്ട്. അതിന്റെ ബേസ് ചെയ്തിട്ടും ചോദ്യങ്ങളുണ്ട്. അല്ല, അത് മീൻസ് സൈറ്റിൽ ഇതൊക്കെ ഉണ്ട്, എല്ലാ കാര്യങ്ങളും ലഭ്യമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ, അപ്പൊ അങ്ങനെ ഞാൻ സ്ട്രൈക്ക് ചെയ്തു. കാരണം നമ്മൾ പഠിക്കുമ്പോഴും എപ്പോഴും ചോദ്യം ഉണ്ടാക്കുന്നതിന്റെ ഒരു ആംഗിളിൽ പഠിച്ചാൽ കുറച്ചുകൂടെ നല്ലതാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അവർ എന്തൊക്കെയായിരിക്കും വായിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയായിരിക്കും സെർച്ച്, കൂടുതലും ഇപ്പോഴത്തെ കാലങ്ങളിൽ കൂടുതലും ഫസ്റ്റ് ഗൂഗിളിങ് ഒരു കാര്യം നമ്മളപ്പോഴേ ഗൂഗിൾ ചെയ്യാം. അപ്പം അത് തന്നെ ആയിരിക്കും വരും. അപ്പം ആ ഗൂഗിളിൽ വരുന്ന ആദ്യത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയാണ് ഞാനത് പഠിച്ചത്. കൂടുതലും ഒരുപാട് പുസ്തകങ്ങൾ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാനുള്ള സമയമില്ല. എന്നിരുന്നാലും ഈ ശ്രീധരമേനോന്റെ പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. മറ്റുള്ള സ്റ്റേറ്റിലും ഇതേപോലെ എക്സാംസ് ഉണ്ട്. അതെ, അതും ഞാനത് കൂടുതലും, പിന്നെ അത് തീർച്ചയായിട്ടും അത് ഇപ്പോൾ രാജസ്ഥാൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, അവിടുത്തെ ക്വസ്റ്റ്യൻസ് ഞാൻ എടുത്ത് വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ അതുപോലെ ഞാൻ സിമിലർ തന്നെയായിരുന്നു, ഏകദേശം സിമിലർ. അപ്പോൾ അവിടെയും ഇത് നമുക്ക് 2 മാർക്ക് 3 മാർക്ക് രീതിയിലുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ UPSC കൂടുതലും essay ഓറിയന്റഡ്, അങ്ങനെ 2 മാർക്ക് ചോദ്യങ്ങൾ കുറവായിരുന്നു. ഇത് അങ്ങനെ ചോദിച്ചു. അപ്പോൾ ആ പാറ്റേൺ തന്നെ ആയിരിക്കും എന്നുള്ളത് ഒരു തോന്നി. അങ്ങനെയാണ് അവിടുത്തെ ക്വസ്റ്റ്യൻസ് കൂടെ കൂടുതൽ. കൂടാതെ പിന്നെ നമ്മുടെ ബേസിക്കലി SCRT, നമ്മുടെ +2 വരെ ഉള്ളത് SCRT പല ഫിഫ്ത്ത് തൊട്ടാണോ തുടങ്ങിയത്? ഫിഫ്ത്ത് തൊട്ടാണ്. അതെ, ഫിഫ്ത്ത് ആണ് ഞാൻ ഫിഫ്ത്ത് തൊട്ടാണ് തുടങ്ങിയത്. ആക്ച്വലി കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തത് +1 +2 10ാം ക്ലാസ് ആ തരത്തിലുള്ള കാര്യം. അതിൽ കുറച്ചുകൂടെ വാസ്റ്റായിട്ടൊക്കെ വരുന്നുണ്ട് പല കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ അതുപോലെ ക്വസ്റ്റ്യൻസ് അതുപോലെ ഉണ്ടായിരുന്നു, പ്രിലിമിനറി ക്വസ്റ്റ്യൻസ് അതുപോലെ. അതിൻ്റെ ടേബിൾ, ചില എക്കണോമിക് ടേബിളൊക്കെ അതുപോലെ തന്നെ ചോദിക്കുന്ന ഓർമ്മയിലുണ്ട്. അപ്പോൾ അത് കൂടുതലും അതും കൂടെ ഒന്ന് കോൺസെൻട്രേറ്റ്. SCRT ഒന്നുകൂടെ NCERT ഞാൻ കൂടുതൽ SCRT ആണ് നോക്കിയത്. NCERT കൂടുതൽ സ്റ്റേറ്റ് ആയതുകൊണ്ട് ഞാൻ അതിലോട്ട്. വലിയ വ്യത്യാസമൊന്നുമില്ല, SCRT NCERT വലിയ വ്യത്യാസമൊന്നുമില്ല, ചില കാര്യങ്ങളൊന്നും. അതെ, ഞാൻ കൂടുതൽ പുസ്തകങ്ങൾ വായിക്കുന്നത്, ഞാൻ കൂടുതൽ സമയം ചെലവഴിച്ചത് SCRTക്ക് വേണ്ടി. NCERT ഞാൻ വായിച്ചില്ലെന്ന് പറയുന്നില്ല, അതിനു വേണ്ടിയാണ് കൂടുതൽ സമയം ചെലവാക്കിയത്. കേസിന്റെ ഇന്റർവ്യൂ ഉണ്ടല്ലോ, അപ്പോൾ അതിന്റെ ഒരു സ്വന്തം എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? അപ്പോൾ ഇതിലിപ്പം നമ്മൾ ഇനിയിപ്പം ഒരു റാങ്ക് ലിസ്റ്റിൽ ഇടം നേടുന്ന 2 പാർട്ടെന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ മെയിൻസിൻ്റെ മാർക്ക്, പിന്നെ ഇൻ്റർവ്യൂവിൻ്റെ മാർക്കാണ്. അപ്പോൾ ഇൻ്റർവ്യൂവിന് ഞാൻ എൻ്റെ സ്ട്രാറ്റജി എന്ന് വെച്ചാൽ ഒന്നുമില്ല, ബേസിക്കലി കൂടുതൽ മോക്ക് ചെയ്തു. പല മോക്ക് ഓപ്ഷൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓൺലൈനോ ഒന്നായിരുന്നു. പിന്നെ ഞാൻ ചിലതൊക്കെ ഓഫ്ലൈൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയായിരുന്നു. അന്ന് കുറച്ചുകൂടെ റെസ്ട്രിക്ഷൻ വന്നപ്പോഴത്തേക്കും ഓഫ്ലൈൻ അറ്റൻഡ് ചെയ്യാൻ പറ്റി കൂടുതലും. അപ്പോൾ അതിൽ കൂടുതലും നമ്മളാദ്യം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഫാക്കൽറ്റി ആയിരുന്നു അന്ന് വന്നത്. പിന്നെ ഓൾറെഡി സർവീസിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ ഞങ്ങൾ അങ്ങനെയൊക്കെ ഒക്കെ ചെയ്തു. അപ്പം അതിൽ കൂടെയാണ് പിന്നെ എന്താണ് നമ്മൾ പറയേണ്ടതെന്നുള്ളത് നമുക്കൊരു കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചത്. ബേസിക്കലി നമ്മുടെ PSC ആദ്യം ബയോഡേറ്റ ചോദിക്കും. നമ്മൾ ആ ബയോഡേറ്റ ഫില്ല് ചെയ്ത് അല്ല, ഇൻ്റർവ്യൂവിൻ്റെ സമയത്താണ് ഞങ്ങളടുത്തത് ചോദിച്ചത്. അപ്പം ഞങ്ങളത് സബ്മിറ്റ് ചെയ്തു. അപ്പം എൻ്റെ പാനലിലുണ്ടായിരുന്ന എനിക്ക് തോന്നുന്നത് 8 പേരുള്ള അടങ്ങുന്ന ഒരു പാനലായിരുന്നു. എല്ലാം കൂടുതലും സർവീസിലുള്ള സീനിയർ ഓഫീസേഴ്സ് തന്നെയാണ് അന്ന് വന്നത്. അപ്പം ആ ടൈമിൽ ചോദിച്ച ചോദ്യങ്ങൾ കൂടുതലും നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ചെക്ക് പോലെയായിരുന്നു. മീൻസ് നമ്മുടെ ഒരു സബ്ജക്ട് നോളജ് ചെക്ക് ചെയ്യുന്നുള്ളതിനുപരി നമ്മൾ എങ്ങനെ ഒരു ഓപ്ഷനെ അല്ലെങ്കിൽ ഒരു ചോദ്യങ്ങളെയോ അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിനെയോ നമ്മൾ എങ്ങനെ ഒരു ഫേസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ശരിയോ തെറ്റോ ഒന്നുമില്ല. ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് അറിഞ്ഞൂടായിരിക്കാം ചില കാര്യങ്ങൾ, അറിഞ്ഞൂടാന്ന് തന്നെ ധൈര്യമായിട്ട് തന്നെ പറയാം. ഇന്റർവ്യൂ ടൈമിലുള്ള ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ ഓർമ്മയിലുണ്ടോ? അതായത്
ഒരു ഡയറക്റ്റ് ചോദ്യം, ഫസ്റ്റ് ചോദ്യമായിരുന്നു. ഡയറക്റ്റ് ചോദിച്ചത് ഇപ്പോൾ എത്ര പിന്നെ കുട്ടികൾ, ഞാനന്ന് അന്ന് എക്സാം അല്ല ഇൻ്റർവ്യൂ ടൈമിൽ പിന്നെ SLC എക്സാം കഴിഞ്ഞ ഒരു പീരീഡായിരുന്നു. അപ്പം ബോർഡ് ചോദിച്ചത് പിന്നെ എത്ര പേര് എക്സാം എഴുതിയിട്ട് 10ാം ക്ലാസ്സിൻ്റെ എക്സാം എഴുതിയിട്ടുണ്ട്, SLC എക്സാം എഴുതിയിട്ടുണ്ടെന്ന് ഒന്ന് പറയാമെന്ന് ചോദിച്ചു. അപ്പം എനിക്ക് കറക്റ്റ് ഫിഗർ അറിയില്ല. ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞ സാധനം ക്ഷമിക്കും, എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ പറയാൻ തെറ്റായി പോകും എന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല സാറിന്. അപ്പം അവർ നമ്മളിപ്പോൾ അറിയുന്നില്ല എന്ന് തുറന്ന് പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ അവർ കൺവിൻസ്ഡ് ആയി, നമുക്കറിയില്ല എന്നുള്ള പറഞ്ഞത്. എന്നാലും ഒന്ന് ഗസ് ചെയ്യാൻ പറഞ്ഞു, വെറുതെ ഗസ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാനൊരു ഗസ് ചെയ്ത് ഓക്കെ ഫൈൻ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് മനസ്സിലായെന്ന് വെച്ചാൽ നമ്മളൊരിക്കലും അത് ഇൻ്റർവ്യൂ ബോർഡിൻ്റെ അടുത്ത് നമ്മൾ ആക്ട് ചെയ്യരുത്, കള്ളം പറയരുത്. നമുക്ക് അറിയാമെന്നുള്ള കാര്യങ്ങൾ അത് പറയുക. കാരണം എത്രയോ നമ്മളെക്കാളൊക്കെ എത്രയോ എക്സ്പീരിയൻസ് ഉള്ള എത്രയോ അറിവുള്ള ആൾക്കാരാണ് വരുന്നത് ഇൻ്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്നത്. സർവീസിൽ തന്നെ ഉള്ളവരാണ്, സർവീസ് ഉള്ളവരുണ്ടായിരുന്നു, സീനിയർ ആയിട്ടുള്ള ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അവരുടെ മുന്നിൽ നമ്മളൊരു കള്ളം പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് ഓൾറെഡി അറിയാമല്ലോ, കാര്യങ്ങളൊക്കെ അറിയാമെന്നുണ്ടായിരിക്കും ചോദിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ഇതിലോട്ട് ഞാൻ പോയില്ല. പിന്നെ ഉള്ളത് കൂടുതലും ക്വസ്റ്റ്യൻസ് എല്ലാം ബേസിക്കലി നമ്മുടെ ബയോഡാറ്റയിലെ രീതിയിൽ, ബയോഡാറ്റ നമ്മൾ ആദ്യമേ മേടിക്കും, അതിലുള്ള കാര്യങ്ങൾ തന്നെയാണ് കൂടുതലും ചോദിച്ചത്. വേറൊന്നും ടെസ്റ്റ് ചെയ്യത്തില്ല അവിടെ, നമ്മുടെ സബ്ജക്ട് നോളജോ അല്ലെങ്കിൽ മറ്റൊന്നും അവിടെ ടെസ്റ്റ് ചെയ്യത്തില്ല. നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ്, പേഴ്സണാലിറ്റി എങ്ങനെയാണ്, നമ്മളൊരു കാര്യത്തെ എങ്ങനെ പിന്നെ കാഴ്ചപ്പാട്, എന്ത് കാഴ്ചപ്പാടിലേക്ക് നമ്മൾ ഉള്ളത്, അല്ലെങ്കിൽ എന്താണ് ഒരു വിഷയത്തിനെ കുറിച്ച് നമ്മൾ എന്താണ് നമ്മുടെ ഒരു ഇൻപുട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു പിന്നെ ഓപ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ള ആ ഒരു ബേസിക്കലി ഡിസിഷൻ എങ്ങനെ എടുക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് എത്തുന്നത് പലരും. ഈ ബയോഡാറ്റ തന്നെയാണോ പ്രിപ്പയർ ചെയ്തത് അതോ? അതെ ബേസിക്കലി അതാണ് പറഞ്ഞത്, നമ്മളൊരിക്കലും ബോർഡിനെ ഓരോന്നും പറഞ്ഞ് നമ്മൾ അത് ചെയ്യും ഇത് ചെയ്യുന്നു പറഞ്ഞ് പറയരുത്. ഒരിക്കലും നമുക്ക് അറിയാമുള്ള നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ് കുറച്ചുകൂടെ നല്ലത്. പിന്നെയുള്ള ക്രിക്കറ്റിലാണെങ്കിൽ പോലും അന്ന് ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് മാച്ച് നടക്കുമായിരുന്നു, അതിൻ്റെ അപ്ഡേറ്റ്സ് ചോദിച്ചു. അപ്പം എങ്ങനെയാണ് കോഹ്ലി എന്നൊരു സ്റ്റാർ പ്ലെയർ ആയിരുന്നു അന്ന്, അദ്ദേഹത്തിൻ്റെ പിന്നെ എന്താ പറയുക അന്ന് എത്ര റൺ എടുത്തു, അല്ലെങ്കിൽ സെഞ്ചുറി അടിക്കുമോ എന്നൊക്കെ ആ തരത്തിലുള്ള ചോദ്യം, എൻ്റെ ക്യാപ്റ്റൻസി എങ്ങനെയാണ്, ആ തരത്തിലുള്ള ചോദ്യങ്ങൾ പോലും ബോർഡ് ചോദിച്ചു. അവർ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു കാര്യം നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം മനസ്സിലാക്കിയിട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ എത്ര ചെയ്യുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലാവും, നമ്മൾ പറയുന്നവർക്ക് എഴുതുന്നത് ശരിയാണോ തെറ്റാണെന്ന് കണ്ടുപിടിക്കാൻ ഈസി ആയിട്ട് പറ്റുക. അപ്പം പറയുവാണെങ്കിൽ ഇന്റർവ്യൂ വലിയൊരു ടഫല്ല എങ്കിൽ അല്ല, ടഫല്ല, കോൺഫിഡൻസ് ആണ് ബേസിക്കലി. നമ്മളൊരു കുറച്ച് മോക്ക് നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മളൊരു കോൺഫിഡൻ്റ് ആവും, നമ്മൾ പറയാം. അതാ പറഞ്ഞ സബ്ജക്റ്റ് അല്ലല്ലോ ചോദിക്കുന്നത്, നമ്മുടെ ഒരു അനാലിസിസ് തന്നെ, നമ്മുടെ വ്യൂ പോയിന്റ് എന്താണെന്ന് പറയാം. അപ്പം ഏകദേശം എത്ര മന്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു റിസൾട്ട് ആ സമയത്ത് വന്നത്? റിസൾട്ട് എനിക്ക് തോന്നുന്നു ഒരു 3-4 മാസത്തിനകത്തുള്ള റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നീട് ട്രെയിനിങ്ങും കാര്യങ്ങളും? അതെ, റിസൾട്ട് വന്നു, പിന്നെ അഡ്വൈസ് കിട്ടി, അതിനുശേഷം അപ്പോയിൻമെൻ്റ് ആയി. അപ്പം ഡിസംബർ 2021 ഡിസംബറിലാണ് പോസ്റ്റിംഗ്. അപ്പോൾ തന്നെ നമ്മൾ IMGയിലോട്ടായിരുന്നു, കേരള ഗവൺമെൻറ്റിൻ്റെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഗവൺമെൻറ്. അപ്പോൾ അവിടെ ആയിരുന്നു ട്രെയിനിങ്. അത് GMR സാറായിരുന്നു ഹെഡ്, റിട്ടയർഡ് IAS ഓഫീസർ, ചീഫ് സെക്രട്ടറി ആയിരുന്നു. സോ സാറ് ഒരുപാട് കാര്യങ്ങൾ, പല കാര്യങ്ങളും നമുക്ക് നല്ല രീതിയിൽ ഒരു എന്താ പറയുക ഒരു അധ്യാപകനെന്നോ അല്ലെങ്കിൽ ഒരു ഹെഡെന്നോ ഉപരി അദ്ദേഹം നമ്മുടെ ഒരു നല്ലൊരു ഒരു പേഴ്സണൽ ഗാർഡിയൻ ആയിട്ടുണ്ട് സാർ. പല കാര്യങ്ങളും നമ്മൾ അഡ്വൈസ് ചെയ്യുകയും എങ്ങനെയാണ് നമ്മളൊരു തീരുമാനത്തിലെത്തെത്തും, അങ്ങനെയുള്ള പല കാര്യങ്ങളും അദ്ദേഹം നമുക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് അത് ഷെയർ ചെയ്യാറുണ്ട്. സാർ ഫ്രീ കിട്ടുമ്പോഴൊക്കെ ഞങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ. ഒരു ട്രെയിനിങ് പീരീഡിലെ എക്സ്പീരിയൻസ് ഒന്ന് പറയാം. ആക്ച്വലി എന്താ പറയുക, ഞങ്ങൾ ഭയങ്കര ഒരു എന്താ പറയുക ഒരു മൈൻഡിനെ ഒരു മാറ്റിമറിച്ച ഒരു ട്രെയിനിങ് ആയിരുന്നു. ആക്ച്വലി നമ്മുടെ ഒരു പേഴ്സണാലിറ്റി പോലും മാറ്റിമറിച്ചു. അത്രയ്ക്കും ഒരു വാസ്റ്റായിട്ടുള്ള ഒരു ട്രെയിനിങ് മോഡ്യൂൾ തന്നെ പ്രിപ്പയർ ചെയ്തിരുന്നു IMG. അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. നമ്മളൊരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ മാറ്റിയെടുക്കാൻ ഗവൺമെൻറ് അത്രയും ഇൻവെസ്റ്റ് ചെയ്ത് സമയവും പൈസയും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത്രയും ഒരു വലിയൊരു എന്താ പറയുക ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞു. അത് ഞാൻ എപ്പോഴും പറയുന്നത് ഒരു ഭാഗ്യമാണ് ഞങ്ങളുടെയൊക്കെ. അപ്പം അതിലിപ്പം എടുത്ത് പറയാനുണ്ടാക്കി നമുക്കൊരു ഭാരതദർശൻ ഉണ്ടായിരുന്നു, കേരള ദർശൻ ഉണ്ടായിരുന്നു.
പിന്നെ പിന്നെ ഒരു ഡിസ്ട്രിക്ട് അറ്റാച്ച്മെൻറ്റ് 2 ഡിസ്ട്രിക്റ്റിൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരുന്നു. അത് 6 മാസത്തോളം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കാലങ്ങളപ്പോൾ ഈ ക്ലാസ് റൂം ട്രെയിനിങ് എന്നുള്ളൊരു കോൺസെപ്റ്റ് മാത്രമല്ല, ഫീൽഡിൽ പോയി നമ്മൾ പലതും എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കുക. അപ്പം ഭയങ്കര ഒരു എന്താ ഒരു നമ്മുടെ ഒരു മൊത്തത്തിൽ നമ്മളൊരു മാറ്റം തരത്തിലായിരുന്നു. വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള അവരുടെ ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ IIT ഗുവാഹത്തി അതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും നമുക്ക് ട്രെയിനിങ് തന്നിരുന്നു. അപ്പം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ഓവറോൾ നമ്മൾ ബിൽഡ് ചെയ്ത് ഒരു എന്താ പറയുക ഒരു KS അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്നുള്ള ഒരു തലത്തിലേക്ക് നമ്മളെ ഉയർത്തി കൊണ്ടുവന്ന ട്രെയിനിങ് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ആ ഒരു ട്രെയിനിങ് കാലഘട്ടം അത് നമ്മുടെ ഇനി ലൈഫിൽ എത്ര നാളുണ്ടായിരുന്നു ട്രെയിനിങ് പീരീഡ്? ട്രെയിനിങ് ഏകദേശം 1.5 വർഷം ഉണ്ടായിരുന്നു. അതിൽ ഈ പറഞ്ഞതുപോലെ ഫീൽഡായിരുന്നു കൂടുതൽ. ക്ലാസ് റൂം ട്രെയിനിങ് ഉണ്ടായിരുന്നു, ഫീൽഡായിരുന്നു കൂടുതലും വന്നിരുന്നത്. ക്ലാസ് റൂം ആയതിൽ പോലും നമുക്ക് കൂടുതലും ഒരു എക്സ്പീരിയൻസ് ഷെയർ സെഷനൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അതിൽ നമ്മുടെ എന്താ പറയുക മിനിസ്റ്റേഴ്സ് വരെ വന്നിട്ടുണ്ട്. പിന്നെ ലീഡിങ് എന്താ പറയുക ഒരു സബ്ജക്റ്റ് ലീഡ് ചെയ്യുന്ന എക്സ്പേർട്സ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെയുള്ള ഒരു എന്താ പറയുക ഒരു ലൈവ്ലിഹുഡ് ഫീൽ ആയിരുന്നു. റെസിഡൻഷ്യൽ ട്രെയിനിങ് ആയിരുന്നു. ലൈവ്ലിഹുഡ് ഫീലിംഗ് തന്നെ. അത് മാത്രമല്ല അതിനോടൊപ്പം നമ്മുടെ കൾച്ചറൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ സ്പോർട്സ് ആയാലും അങ്ങനെ എല്ലാത്തിലും നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നു ട്രെയിനിങ്ങിൽ. അതിനും ഒരു മാനുവലിൻ്റെ ഭാഗം തന്നെയായിരുന്നു. സ്പോർട്സ് ആക്ടിവിറ്റീസ് ആണെങ്കിലും കൾച്ചറൽ ആക്ടിവിറ്റീസ് നമ്മൾ എല്ലാ വീക്കിലും ഒരു കൾച്ചറൽ ഇവൻ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മുടെ ഒരു എന്താ പറയുക സഭാകമ്പം മാറ്റുന്ന തരത്തിലുള്ള ഒരു പ്രോഗ്രാമും അങ്ങനെയുള്ള സ്പീച്ച് ഉണ്ടായിരുന്നു. നമ്മുടെ ഒരു സെമിനാറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഭയങ്കര ഒരു എന്താ പറയുക ഒരു ഓവറോൾ നമ്മളെ മൊത്തത്തിൽ ഒരു ബിൽഡ് ചെയ്ത് ഒരു ഒക്കെ ഓഫീസേഴ്സ് ആക്കി മാറ്റുന്ന തരത്തിലുള്ള എങ്ങനെ നമ്മൾ ബിഹേവ് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ പോയി ഒരിടത്ത് പോയി ആഹാരം കഴിക്കണം അതിന് പോലും ടിക്യൂറ്റി ട്രെയിനിങ് പോലും നമുക്കുണ്ടായിരുന്നു. കേരളത്തിൽ തന്നെ ലീഡിങ് ടീമൊക്കെ വന്നിട്ടാണ് ഞങ്ങൾക്ക് പറഞ്ഞത് എങ്ങനെ സ്പൂൺ ഉപയോഗിക്കണം അത്തരത്തിലുള്ള ഒരു അതായത് ഫുൾ ലൈവ്ലി ആയിരുന്നു. നമ്മൾ മൊത്തത്തിൽ നമ്മളെ മാറ്റിയെടുക്കുന്ന ഒരു പ്രോസസ് തന്നെയായിരുന്നു. ഭയങ്കര നല്ല ട്രെയിനിങ്. അപ്പോൾ ഇപ്പം നമുക്ക് സെക്കൻഡ് ടൈമാണ് KSൻ്റെ എക്സാം വരുന്നത്. നിങ്ങളുടെ ആ ഒരു 2021 ബാച്ച് കഴിഞ്ഞതിന് ശേഷം സെക്കൻഡ് ടൈമാണ്. അപ്പോൾ ഇപ്പോൾ നോട്ടിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ വന്നു. അപ്പോൾ ഈ വർഷം പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കായിട്ട്, കുട്ടികൾ മാത്രമല്ല ഗവൺമെൻറ് സർവീസിലിരിക്കുന്ന ആളുകളും ഇപ്പം നമുക്ക് പ്രിപ്പറേഷനിലുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ആയിട്ട് എന്താണ് ഒരു അഡ്വൈസ് കൊടുക്കാനുള്ളത്? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ട്രാറ്റജിയോ കാര്യങ്ങളോ പ്രത്യേകിച്ച് എന്തെങ്കിലും അവരോട് പറയാനുണ്ടോ? അപ്പം എനിക്ക് മെസ്സേജ് എന്ന് പറയാൻ എന്താ പറയുക നമ്മൾ ഈ ഒരു യങ് ആയിട്ടുള്ള ഏജിൽ തന്നെ നമുക്കൊരു നല്ലൊരു ഒരു നാടിനെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിനെ പല നന്മകൾ ചെയ്യാൻ അല്ലെങ്കിൽ പല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ തരത്തിലുള്ള ഒരു ഓപ്ഷൻസ് കിട്ടുന്ന ഒരു ജോലിയാണ്. അപ്പം അത് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇതൊരു വലിയ ഓപ്ഷനാണ്, നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ നമ്മുടെ എന്ത് ചെയ്താലും നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുക. നമ്മളിപ്പം ഇതിൽ ഒരു കുറച്ച് നേരം പഠിച്ചു എന്ന് കരുതി നമുക്ക് ഒരിക്കലും കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡെസ്പാവേണ്ട കാര്യമില്ല. ഒരു വഴിക്കില്ലെങ്കിൽ മറ്റൊരു വഴിക്ക് നമുക്കത് തീർച്ചയായിട്ടും അത് ഗുണം തന്നെ ചെയ്യും, ലൈഫിൽ ഗുണം തന്നെ ചെയ്യും. അപ്പം ഇത് പ്രിപ്പയർ ചെയ്യുമ്പോൾ മാക്സിമം നമ്മളൊരു കമ്മിറ്റ്മെൻ്റ് എടുത്ത് ഒരു നല്ലൊരു എഫേർട്ട് കൊടുത്ത് നമ്മൾ പണ്ട് പറയുന്ന പോലെ ഹാർഡ് വർക്ക് ചെയ്യണമെന്ന് പറയും. പക്ഷേ ഇപ്പം ഹാർഡ് വർക്ക് എന്നതിനേക്കാൾ ഉപരി സ്മാർട്ട് വർക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചുകൂടി നല്ലതാണ്. കാര്യം നമുക്ക് വേണ്ടത് എന്താണെന്ന് മാത്രം പഠിച്ച് മനസ്സിലാക്കി നമ്മളൊരു പരീക്ഷയാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. ഒരു നോളജ് നമ്മൾ കൂടുതൽ ഉണ്ടാക്കുക എന്നുള്ളതല്ല. ഒരു പരീക്ഷയ്ക്ക് വേണ്ടത് എന്താണ് അതിനെ ഫോക്കസ് പ്രിപ്പയർ ചെയ്യുക, അവരുടെ ലക്ഷ്യത്തിലെത്താൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇത്രയും നേരം ഐട്യൂട്ടറുമായിട്ട് അമലിൻ്റെ ഒരു സമയം, ഈ വില പിടിച്ചൊരു സമയം ഞങ്ങളുമായിട്ട് പങ്കുവെക്കുകയും ഇപ്പോൾ ഈ വർഷം KS എഴുതുന്ന കുട്ടികൾക്ക് ഇതൊരു ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതുകൂടെ നല്ലൊരു എക്സാം എക്സ്പീരിയൻസ് ആവട്ടെ അവർക്ക് ഈ വർഷം. അവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ് ഞാൻ പറയുന്നു. കൂടാതെ അമലിൻ്റെ സർവീസിൽ ഇനി മുന്നോട്ടേക്ക് സൊസൈറ്റിക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യട്ടെ. അതിനും ഞങ്ങളുടെ ഐട്യൂട്ടറിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.